കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ ഇന്നലെ വായിച്ച സുവിശേഷത്തിൽ താൻ ആരാണ് എന്നാണ് വളരെ വ്യക്തമായി സ്നാപക യോഹന്നാൻ പറഞ്ഞത്. അവൻ്റെ അടുക്കിലേക്ക് സ്നാപക യോഹന്നാൻ ആരാണ് എന്നറിയുവാൻ വേണ്ടി പുരോഹിതരെയും ലേവ്യരെയും യഹൂദർ അയക്കുമ്പോൾ, നീ ആരാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ക്രിസ്തുവല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഏലിയായല്ല, ഒരു പ്രവാചകനല്ല എന്ന രീതിയിൽ തന്നെ വെളിപ്പെടുത്തുന്ന സ്നാപക യോഹന്നാൻ അവസാനം പറയുന്നത് ഞാനൊരു ശബ്ദമാണ്, മരുഭൂമിയെ വിളിച്ചു പറയുന്ന ശബ്ദമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ അന്വേഷിച്ചവരോട് പറയുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ ആരാണ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്തു ആരാണ് എന്ന് വളരെ വ്യക്തമായി അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സ്നാപക യോഹന്നാനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് എല്ലാ ദിവസവും അനുദിന ദിവ്യബലിയിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. വൈദികൻ അപ്പമെടുത്ത് ഉയർത്തിക്കൊണ്ട് ആ ഒരു വചനം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് ആദ്യം ഉച്ചരിച്ചത് തീർച്ചയായും സ്നാപക യോഹന്നാനാണ്. ഈ ലോകത്തിലേക്ക് താൻ എന്തിനു വേണ്ടിയാണ് കടന്നു വന്നത് എന്ന പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്ന സ്നാപക യോഹന്നാൻ തനിക്ക് മുതലെടുക്കാവുന്ന ഒത്തിരിയേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും അതോടൊപ്പം തന്നെ യേശുക്രിസ്തു ആരാണ് എന്ന് വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അവന് വഴിയൊരുക്കുവാൻ വേണ്ടി കടന്നു വന്നവനാണ് താൻ എന്ന പൂർണ്ണമായ ബോധ്യം സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്രമാത്രം എളിമയോടെ താൻ ആരാണ് എന്ന് വെളിപ്പെടുത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ യേശുവിനെ ഈ സമൂഹത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചത്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ആ ഒരു വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ബലിമൃഗമായ കുഞ്ഞാടിനെ കുറിച്ചാണ്. പെസഹ തിരുനാളിന് തലേദിവസം ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞാൻ്റെ രക്തം കട്ടിളപ്പടിയിൽ പൂശിയതിന് ശേഷമാണ് അവർ കടന്നു പോകുന്നത്. അന്നേ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഈജിപ്തിലെ ആദ്യ ജാതരെയെല്ലാം വധിക്കുന്ന വേളയിൽ ഈ ഒരു അടയാളം കണ്ടപ്പോൾ അതിനെ മാത്രം ഒഴിവാക്കി കടന്നുപോയി എന്നാണ് പഴയ നിയമപുസ്തകത്തിൽ നമ്മൾ വായിക്കുക. അവിടെയെല്ലാം തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായി അവർ ബലിയർപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്നത് കുഞ്ഞാടിനെയാണ്. ഇസ്ഹാക്ക് അബ്രഹാത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട് എവിടെയെന്ന്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എങ്ങോട്ടാണ്? ഈ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അവരുടെ പാപപരിഹാര ബലിക്ക് വേണ്ടി അവർ അർപ്പിച്ചിരുന്ന ഒന്നാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ക്രിസ്തുവിനെ നോക്കി സ്നാപക യോഹന്നാൻ പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ പാപഭാരങ്ങളും ഏറ്റെടുത്ത് നമ്മളെല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നത് എന്ന് പൂർണ്ണമായും ഏറ്റുപറയുകയാണ് സ്നാപക യോഹന്നാൻ ഇവിടെ ചെയ്യുന്നത്. ക്രിസ്മസിൻ്റെ അനുസ്മരണം നമ്മളെല്ലാവരും കൊണ്ടാടി കഴിഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ തന്നെ
ക്രിസ്തു യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് വ്യക്തമാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വചനഭാഗം കൂടിയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, ക്രിസ്തു രക്ഷകനാണ്, സമാധാനപ്രിയനാണ്, അതോടൊപ്പം തന്നെ നമ്മളെ വഴി നടത്തുന്നവനാണ്, നമുക്ക് വേണ്ട എല്ലാ പ്രബോധനങ്ങൾ നൽകുന്നവനാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. ഇന്ന് കുമ്പസാരം എന്ന കൂദാശയെ എത്രമാത്രം ഗൗരവത്തോടെയാണ് നാം ഓരോരുത്തരും എടുക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. കാൽവരിയിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത കർത്താവ് ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരങ്ങൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്രമാത്രം വിശ്വസ്തയോടുകൂടിയാണ് നമ്മൾ ആ ഒരു കൂദാശയെ സ്വീകരിക്കുന്നത്. ഇന്നും നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയോടെ കുമ്പസാരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ പാപികളുടെ രക്ഷകനായിട്ടാണ് അവിടെ നിന്ന് കടന്നു വന്നത്. അവിടെ പാപമില്ല എന്ന് അവകാശപ്പെടുന്നവർക്ക് ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കുക. അതേസമയം ഞാനൊരു പാപിയാണ് എന്ന് തിരിച്ചറിയുന്നവരെ സംബന്ധിച്ച് തീർച്ചയായും ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ രക്ഷകനായിട്ട് മാറുന്നുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദൈവബലിയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു പാപബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നാണ്. കർത്താവേ, എൻ്റെ പാപങ്ങളുമാണ് അങ്ങ് ഏറ്റെടുത്ത് എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ നമ്മൾ ഓരോരുത്തരും പാപികളാണ് എന്ന തിരിച്ചറിവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി അനുതാപത്തോടെ കടന്നു വരുവാനും കർത്താവേ, എന്നെ പൂർണ്ണമായി വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ നിലനിർത്തുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. ഈ ദിവ്യബലിയിൽ ഇന്ന് കർത്താവിൻ്റെ നാമം അനുസ്മരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ കൂടി സഭ കൊണ്ടാടുന്നുണ്ട്. യേശു എന്ന നാമം അത് രക്ഷയുടെ നാമമാണ് എന്ന തിരിച്ചറിവിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ നാമം എന്നും നമ്മുടെ ജീവിതത്തിൽ വലിയ രക്ഷയാണ്. ആ നാമത്തിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.